നമ്മൾ വരാൻ പോകുകയാണ്. ആത്മീക വർധനവിനോടുള്ള ബന്ധത്തിൽ ഏതെല്ലാം നിലകളിൽ നമ്മൾ മുന്നോട്ട് പോകണം, നമ്മളിൽ എന്താണ് സംഭവിക്കേണ്ടുന്നത്? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 2:12 നമ്മൾ വായിക്കുന്നത് നമുക്കൊരു ശ്രമം അതിനോടുള്ള ബന്ധത്തിൽ ആവശ്യമായിട്ടുണ്ട്. ഇത് അല്പം ആശയപിശകുകൾ വരാൻ സാധ്യതയുള്ളതും അല്പം ആഴമായ വിശകലനങ്ങൾ നടത്തേണ്ടുന്നതുമായ ഒരു വസ്തുതയും അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ. അവിടെ വിവിധ ആശയങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആശയം ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നൊരാശയം അതിനകത്തുണ്ട്. വാസ്തവത്തിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പൗലോസ് ഫിലിപ്പിയ സഭയ്ക്കാണ് ലേഖനം എഴുതുന്നത്. അവർ രക്ഷിക്കപ്പെട്ടവരാ. അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഇനി പരിശ്രമിക്കേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ തന്നെ രക്ഷയുടെ ഉപദേശത്തിൽ മനുഷ്യന്റെ പരിശ്രമം ഒരാവശ്യമല്ല, പ്രവർത്തികളും കാരണമല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല. വിശ്വാസം പോലും നമ്മളിൽ നിന്നുണ്ടാകുന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ദാനത്താൽ രക്ഷിക്കപ്പെട്ട് ദൈവസഭയ്ക്കകത്തിരിക്കുന്നവർ ഇനി ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ദൈവം ആന്തരികമായി നൽകിയ രക്ഷയെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒരാൾ പ്രവർത്തിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടമുണ്ട്. വാസ്തവത്തിൽ ഇതുമല്ല ഇവിടുത്തെ ആശയം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആശയം എന്ന് പറയുന്നത്, സ്തോത്രം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ രക്ഷയുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി, അതിന്റെ പരിസമാപ്തിയിലെത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്ന ആശയമാണ്. ഹല്ലേലൂയ. നമ്മൾ പാടത്തില്ല, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്ന് ഈ പോർക്കളത്തിൽ കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരമാംവിധം വീരമും ആൺകളിൽ വീണവരിൽ. നമ്മെക്കാൾ ശക്തരും ഭക്തരും നക്ഷത്രങ്ങൾ പോലെ ഈ ലോകെ ശോഭിച്ചവരും ഒക്കെ വീണ് കിടക്കുക. അപ്പോ അങ്ങനെയുള്ള ഒരു ലോകത്ത് ലോത്തിന്റെ ഭാര്യയെ പോലെ പലരും ഓട്ടമോടുവാൻ വന്നെങ്കിൽ പിൻപിൽ നോക്കി നിന്നപ്പോ പൗലോസ് പറയുക, കുഞ്ഞെ, നീ അനുഭവിച്ച ഒരു രക്ഷയുണ്ട്, ആ രക്ഷയുടെ ഒരു പരിസമാപ്തിയുണ്ട്. ആ പരിസമാപ്തി നീ കാണേണ്ടതിന് ആ പരിസമാപ്തിക്ക് വേണ്ടി നീ പ്രവർത്തിക്കുക, ആ ലക്ഷ്യത്തിലെത്താൻ നീ പ്രവർത്തിക്കുക. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ, രക്ഷയോട് യാതൊരു ബന്ധവുമില്ലാതെ പാപത്തിന്റെ മായക്കാഴ്ചയുടെ അകത്ത് വീണുപോയ നമ്മെ യേശു ക്രിസ്തു കാൽവറി രക്തത്താൽ രക്ഷിച്ചു. ആ രക്ഷിക്കപ്പെട്ട നാം ആ രക്ഷയുടെ പരിസമാപ്തിയിലേക്ക് എത്താൻ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, വചനത്തോടുള്ള ബന്ധത്തിൽ കാര്യമായി പരിശ്രമിക്കുക. കാരണം നമുക്ക് തുറന്നു തന്ന ഒരു ജീവന്റെ പുതുവഴിയുണ്ട്. ആ പുതുവഴിയിൽ പാപത്തിന്റെ മാലിന്യം ഏശാതെ ഒന്ന് നിലനിന്നു പോകണം. ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. സ്തോത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പുരോഗതി പൗലോസ് പറയുന്നത് വളരെ ഭയത്തോടും വളരെ വിറയലോടും കൂടെ ആയിരിക്കണം. സ്തോത്രം. ക്രിസ്തീയ ജീവിതം ഒരു കളിക്കളമല്ല, ക്രിസ്തീയ ജീവിതം ഒരു തമാശയല്ല, ക്രിസ്തീയ ജീവിതം ബോധിച്ചതുപോലെ നടത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. ക്രിസ്തീയ ജീവിതത്തിന് അതിന്റെ മട്ടും കെട്ടും ചിട്ടയും എല്ലാം ഉണ്ട്. അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് പൗലോസ് പറയുന്നത്. 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഈ ആത്മീക വർദ്ധനവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ അതിനോട് എന്തൊക്കെ ചെയ്യണം,
നമ്മൾ അതിനായി എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഈ ആശയം വരുന്ന വാക്കുകൾ പൗലോസ് അവിടെ പറയുന്നുണ്ട് 5 മുതൽ 9 വരെ. അവിടെ നോക്കിയേ, ഇത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും, വീര്യത്തോടെ പരിജ്ഞാനം, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും, സ്ഥിരതയോടെ ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ആര് കൂട്ടും? പ്രസംഗിക്കുന്ന പാസ്റ്റർ, ദൈവവചനം പഠിപ്പിക്കുന്ന സുവിശേഷകനോ പ്രവാചകനോ ആരെ കൂട്ടുന്ന? നമ്മൾ ഓരോരുത്തരും ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ഈ ആത്മീക വർധനവെന്ന ഈ വിഷയം കോമൺ ആയിട്ട് ഒരാളിൽ സംഭവിക്കുന്നതല്ല. സാധാരണ കൈയടിക്കകത്ത്, സാധാരണ പാട്ടിനകത്ത്, സാധാരണ ഒരു പൊത്തുവരുത്ത ആത്മീക ജീവിതത്തിനകത്ത് സംഭവിക്കുന്നതല്ല. ഇന്നലെ മുതൽ നമ്മൾ നടത്തിയ ഗൗരവമായ പഠനത്തിനകത്ത് ആത്മീക വർധനവെന്ന ലക്ഷ്യത്തിനായി കൊതിക്കുന്ന ഒരുവൻ ചെയ്തു വരേണ്ടുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഈ വാക്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അവിടെ ഒന്നാമത്തെ ഭാഗം നോക്കിയേ, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം. അവിടെ വിശ്വാസത്തോട് വീര്യം എന്ന് പറയുമ്പോൾ വിശ്വാസം നമ്മെ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. സ്തോത്രം. വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയിൽ നമുക്കുണ്ടാകേണ്ടുന്ന ധൈര്യത്തെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന പേരാണ് വീര്യം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടുക എന്ന് പറയുമ്പോ സ്തോത്രം, അബ്രഹാമിനെ ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ഒരാവശ്യമാണ്. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ചു. തന്റെ ശരീരത്തിന്റെ സ്ഥിതി, തന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ സ്ഥിതി ഒട്ടും ആശാവഹമായിരുന്നില്ല. മൃതപ്രായനെന്ന്, വൃദ്ധനെന്ന് തന്നെ അബ്രഹാം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആശയിൽ ലോക പരിചയത്തിലാവാം. പക്ഷെ അബ്രഹാം ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ചു. തന്റെ ശരീരവും തന്റെ പരിചയവും തന്റെ ലോകജ്ഞാനവും ഇനി ഒരു സാധ്യതയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രഖ്യാപനങ്ങൾ ഒരു വിഷയമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനകത്ത് വ്യാപരിച്ചത് വീര്യമാണ്. ഇതുകൊണ്ട് കർത്തൃദാസൻ പറയുക, നിങ്ങൾ ആത്മീക വർധനവിന് കൊതിക്കുന്നെങ്കിൽ ഒരു ഗോവേണി പോലെയാണത്. ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലേക്ക് കയറുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം. സ്തോത്രം. അവിടെ പത്രോസ് വിശ്വാസത്തോട് വീര്യം കൂട്ടണമെന്ന് പറയുമ്പോ പത്രോസിന്റെ ലൈഫിനോടുള്ള ബന്ധത്തിൽ വേണം നമ്മൾ അതിനെ വിശകലനം ചെയ്യാൻ. ഞാൻ ധാരാളം പ്രസംഗിക്കുന്ന ഒരാളാണ്. ഒട്ടനവധി വേദികളിൽ നിൽക്കുന്ന ഒരാളാണ്. ധാരാളം ആളുകളെ കാണുകയും ആളുകളോട് ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഒരൊറ്റ പ്രസംഗം ഒരു സദസ്സിലിരിക്കുന്ന 1000 പേരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചാണ് സ്വീകരിക്കുന്നത്. ഇതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിൽ മനസ്സിലാക്കുന്ന കൂട്ടം വളരെ പരിമിതമായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും കാര്യത്തെ മനസ്സിലാക്കുന്നത്. എളുപ്പമുണ്ടോ? ഇപ്പം നിങ്ങൾ തന്നെ ഈ പ്രസംഗത്തെ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നിലയിലായിരിക്കും നിങ്ങൾ അതിനെ വിശകലനം ചെയ്യുന്നത്, നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്. സ്തോത്രം. അപ്പൊ
എല്ലാവരും അതിന്റെ പാകതയിലല്ല മനസ്സിലാക്കുന്നത്, അവരവരുടെ നിലയില്ല, അവരുടെ പശ്ചാത്തലത്തിലാണ്, ജീവിത സാഹചര്യത്തിലാണ്. ഇവിടെ നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടുക എന്ന് പറയുമ്പോൾ അത് പത്രോസാണ് പറയുന്നത് എന്നുള്ളതിനാൽ പത്രോസിന്റെ ലൈഫിനോടുള്ള ബന്ധത്തിൽ അതിനൊരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം എന്ന് പറയുമ്പോൾ യേശുവിന്റെ വാക്കുകൾ സത്യമാണെന്ന് പത്രോസിന് അറിയാം, സ്തോത്രം. പക്ഷേ അതിന് തന്നെ മുഴുവനായി വിട്ടുകൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയത്തക്ക വിധത്തിൽ അദ്ദേഹത്തിന്റെ അകത്ത് വ്യാപരിച്ച ആ ഒരു ധൈര്യമില്ല. ഇതിനെ കണ്ടിട്ട് പത്രോസ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന പത്രോസിന്റെ മുൻപിൽ നിന്റെ പടകിന്റെ വലത്തുവശത്ത് വലയിറക്ക് എന്ന് പറയുമ്പോ ചോദ്യം ചെയ്യാതെ നിന്റെ വാക്കിന് എന്നുള്ള ആ ഒരൊറ്റ ആശയത്തിൽ പടകിന്റെ വലതുവശത്ത് വലയിറക്കുന്ന പത്രോസിന്റെ വലയ്ക്കകത്ത് പെരുത്ത മീൻകൂട്ടം കയറിയപ്പോൾ പത്രോസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ വല ഇതുവരെ ശൂന്യമായിരുന്നു, നിങ്ങളുടെ പടക് ഇതുവരെ ശൂന്യമായിരുന്നു. ആ സ്ഥലത്ത് നിന്ന് ഇനി ഒരു മീൻകൂട്ടം ഉണ്ടാകത്തില്ല എന്നുള്ളത് നിങ്ങളുടെ പരിചയത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ ബോധ്യവുമാണ്. എന്നിട്ട് എന്തേ നിങ്ങൾ വലയിറക്കിയത് എന്ന് ചോദിച്ചാൽ ആ അസാധ്യതകളുടെ, ആ ശൂന്യതയുടെ മേഖലയിൽ തന്റെ അകത്തു വെളിപ്പെട്ട വിശ്വാസത്തിന്റെ അകത്ത് വ്യാപരിച്ച വീര്യം, ഇതറിയാവുന്നത് കൊണ്ട് പത്രോസ് പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടുക. നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളൊരു പ്രവൃത്തി കാട്ടിക്കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. സ്തോത്രം. അപ്പൊ കേൾക്കുക, വിശ്വസിക്കുക. സ്തോത്രം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അതിനെ ഓർഡർ ആയിട്ട് പറഞ്ഞാൽ വചനം, കേൾവി, വിശ്വാസം. ഒന്നുകൂടെ, വചനം, കേൾവി, വിശ്വാസം. ഒന്നുകൂടെ പറഞ്ഞേ, വചനം, കേൾവി, വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമീപയിരിക്കുന്ന വചനം നമ്മൾ കേട്ടു, കേട്ടത് നമ്മൾ വിശ്വസിച്ചു, ആ വിശ്വസിച്ച വചനത്തിൽ നമ്മൾ വീര്യത്തോടെ നിന്നു. ഓ ഹല്ലേലൂയ. പത്രോസ് അതുകൊണ്ട് പറയുക, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടുക. സ്തോത്രം. ഈ വിശ്വാസത്തെ സംബന്ധമായി വചനം നൽകുന്ന ഒട്ടനവധി നിർവചനങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ വിശ്വാസത്തിന്റെ വേറൊരു മേഖല തൊട്ടായിരുന്നു. നിങ്ങൾ പോരാടേണ്ടുന്ന അതിവിശുദ്ധ വിശ്വാസം, അത് ഒരിക്കലായി ഭരമേൽപ്പിച്ചതാണ്. നിങ്ങൾ പോരാടേണ്ടുന്നതാണ് അതിവിശുദ്ധ വിശ്വാസം. ഇവിടെ നമ്മൾ പോരാട്ടം കഴിക്കേണ്ടുന്ന വിശ്വാസമല്ല, നമ്മൾ വീര്യത്തിലേക്ക് കൊണ്ടുവരുന്ന, ഒരു പക്ഷെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നമ്മൾ വെളിപ്പെടുത്തേണ്ടുന്ന വിശ്വാസം. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇബ്രായലേഖനം 11:1 പറയുന്നത് പോലെ ആശിക്കുന്നതിന്റെ ഉറപ്പ്. എനിക്ക് ഉറപ്പുണ്ട്. വിശ്വാസം മാത്രമല്ല, എനിക്ക് ആശിച്ച വിഷയത്തിൽ നല്ല ഉറപ്പ്. ആ ഉറപ്പ് എന്നിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, എന്നിൽ വ്യാപരിക്കുന്ന ആ ഉറപ്പിനെ ഞാൻ വിളിക്കുന്ന പേരാണ് വീര്യം. നിങ്ങളുടെ വിശ്വാസത്തോട് നിങ്ങൾ ആ വീര്യത്തെ കൂട്ടുക. ഹല്ലേലൂയ. വാസ്തവത്തിൽ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മളിൽ സംഭവിക്കുന്നതെല്ലാം വിശ്വാസത്താലാണ്. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പം നീതീകരണത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസമാണ് വ്യാപരിച്ചത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പം നീതീകരണത്തിനുള്ള പദ്ധതികളൊന്നും തയ്യാറാക്കിയത് നമ്മളല്ല. അത് പിതാവായ ദൈവം നിത്യതയിൽ പ്ലാൻ ചെയ്തതും പുത്രനായ ക്രിസ്തു
തന്റെ രക്തത്താൽ, തന്റെ പ്രായശ്ചിത്ത ബലിയാൽ നൽകിയതുമാണ്. ആമേൻ. ആ പ്രായശ്ചിത്ത ബലിയിൽ, ആ പ്രായശ്ചിത്ത രക്തത്തിൽ എന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ കഴുകപ്പെടുന്നു എന്നുള്ള ആ വിശ്വാസം, ആ വിശ്വാസത്തിലാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത്. എന്റെ രക്ഷയിൽ ആ വിശ്വാസം ഒരു പ്രധാന ഘടകമായിരുന്നു. എന്റെ നീതീകരണത്തിൽ ആ വിശ്വാസം ഒരു പ്രധാന ഘടകമായിരുന്നു. എന്റെ ഏറ്റുപറച്ചിലിൽ ആ വിശ്വാസം ഒരു പ്രധാന ഘടകമായിരുന്നു. എന്റെ ആത്മീയ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ആ വിശ്വാസം ഒരു പ്രധാന ഘടകമായിരുന്നു. ആ വിശ്വാസം കൂടാതെ എനിക്കൊന്നും രക്ഷയോടുള്ള ബന്ധത്തിൽ സാധ്യമാകത്തില്ലായിരുന്നു. ഇവിടെ അതും മാത്രമല്ല, എന്റെ ആത്മീയ വർധനവിനും അതിന്റെ പരിസമാപ്തിയിലേക്കുള്ള എന്റെ ഗമനത്തിനും അതിന്റെ ലക്ഷ്യത്തിലേക്കുള്ള എന്റെ യാത്രയ്ക്കും എന്നിൽ ഈ വിശ്വാസവും, വിശ്വാസം മാത്രമല്ല അതിനോട് വീര്യവും ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. ഹല്ലേലൂയ. നീതീകരണം വിശ്വാസത്താലാണ്, പുത്രത്വം വിശ്വാസത്താലാണ്, സ്വസ്ഥത വിശ്വാസത്താലാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അത് സംബന്ധമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ സ്വസ്ഥത വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. അവിടെ നോക്കിക്കേ, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ഇതെല്ലാം വിശ്വാസത്താലാണ് നമുക്ക് സാധ്യമാകുന്നത്. ഈ വിശ്വാസത്തെ പത്രോസ് നിർവചിക്കുമ്പോൾ പറയുക, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടുക. അവിടെ വീര്യം എന്ന് പറയുമ്പോൾ ഫലപുഷ്ടി, ധീരത എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നിങ്ങളുടെ വിശ്വാസത്തോട് ധീരത കൂട്ടിക്കൊള്ളി. വീര്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ കമോൺ, ധീരത കൂട്ടുക. ഓ, കേൾക്കുന്നുണ്ടോ? ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒറ്റമൂലി പ്രയോഗത്തോടാണ് താല്പര്യം. ഒറ്റമൂലി പ്രയോഗം എന്ന് പറയുമ്പോൾ ഒരു പ്രവാചകൻ, ഒരു പാസ്റ്റർ വരിക, നമ്മുടെ തലയിൽ കൈവച്ചിട്ട് പറയുക, മകനെ മകളെ ഇത്ര മാസം ഇത്രാം തീയതി നിനക്കിത് സംഭവിക്കും എന്ന് പറയുക. നമ്മൾ കൈ കെട്ടിയിരിക്കുക, സ്തോത്രം, അത് സംഭവിക്കുക. ഇതാണ് നമുക്ക് വാസ്തവത്തിൽ ആവശ്യം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു നല്ല ഹോട്ടലിൽ പോയിട്ട് വെയിറ്ററുടെ അടുക്കൽ ആവശ്യമുള്ളതെല്ലാം ഓർഡർ ചെയ്തിട്ട് കൈ കഴുകിയിട്ട് വളരെ ഫ്രീ ആയിട്ട് വന്ന് ടേബിളിന്റെ അടുക്കലിരുന്ന് നിശ്ചിത 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റിനുള്ളിൽ ഫുഡ് എത്തുക, കഴിക്കുക. അപ്പൊ ഈ ടൈപ്പ് വളരെ ഈസി ആയിട്ടുള്ള ഒരു വിശ്വാസവും ഒരു പ്രവൃത്തിയുമാണ് നമുക്ക് ആവശ്യം. പക്ഷേ ബൈബിൾ പറയുന്നത് അതല്ല. വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്, അതിനൊരു വീര്യമുണ്ട്. നമ്മുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടിക്കൊള്ളുക. കൂട്ടിക്കൊള്ളുക. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, കൂട്ടിക്കൊള്ളുക. എന്ത് കൂട്ടണം? വീര്യം കൂട്ടിക്കൊള്ളുക. മൈ ഗാഡ്, മൈ ഗാഡ്. വർദ്ധിക്കണോ? ആത്മാവിൽ വർദ്ധിക്കണോ? ഇത് സംഭവിക്കണം. ആമേൻ. സ്തോത്രം. അവിടെ രണ്ടാമത്തെ വിഷയം പത്രോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ വീര്യത്തോട് പരിജ്ഞാനം. വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തിൽ വീര്യമുണ്ട്. വീര്യത്തിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞേ? ധീരത, ഫലപുഷ്ടി, ആമേൻ, ധൈര്യം, ഇതൊക്കെയാണ്. ആ ധൈര്യത്തോട് നിങ്ങൾ എന്തോ കൂട്ടിക്കൊള്ളണം? പരിജ്ഞാനം കൂട്ടിക്കൊള്ളണം. വിശ്വാസമുണ്ട്, ധീരതയുണ്ട്, പക്ഷെ പരിജ്ഞാനം ഇല്ലെങ്കിൽ നോ പ്രയോജനം. വിശ്വാസത്തോട് വീര്യം കൂട്ടുകയും വീര്യത്തോട് പരിജ്ഞാനം കൂട്ടുകയും ചെയ്യണം. ഈ പരിജ്ഞാനം എന്നവിടെ പറയുന്നത് പ്രായോഗിക ജ്ഞാനമാണ്. എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുവാൻ, സ്തോത്രം, നമ്മെ സഹായിക്കുന്ന പ്രായോഗിക ജ്ഞാനം. ഒന്നുകൂടെ പറഞ്ഞാൽ, യോഗ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മെ സഹായിക്കുന്ന അറിവ്. ജീസസ്. നിങ്ങൾ ഇതിനോട് ഓരോന്നോരോന്ന് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. വിശ്വാസം, വീര്യം, വീര്യത്തോട് പരിജ്ഞാനം. സദൃശവാക്യം 9-ാം അധ്യായം 10-ാമത്തെ വാക്യം അതിനോടനുബന്ധമായി ഒന്ന് വായിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. സ്തോത്രം. പരിജ്ഞാനമില്ലാത്ത വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. പരിജ്ഞാനമില്ലാത്ത ധൈര്യമല്ല നമ്മുടെ ധൈര്യം.
പരിജ്ഞാനത്തിൽ നിൽക്കുന്നത്. നോക്കിയേ, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു. അവിടെ ആ വിവേകം എന്നുള്ള പദം പ്രായോഗികമായി ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്നതായ ആ ജ്ഞാനമാണ്. ചേർന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. അതേ ആശയം തന്നെ ഹോശേയ പ്രവചനം 4-ാം അധ്യായം 6-ാം വാക്യം, 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം, അവിടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹോശേയ 4:6. ഇവിടെയെല്ലാം നമ്മൾ ഈ പ്രായോഗിക ജ്ഞാനത്തെ സംബന്ധമായി, പരിജ്ഞാനത്തെ സംബന്ധമായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കിയേ, പരിജ്ഞാനമില്ലാകിയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. അവിടെ പരിജ്ഞാനമില്ലാകിയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു എന്നവിടെ പറയുന്നു. അത് പ്രായോഗിക ജ്ഞാനത്തോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും നമ്മൾ ഉചിതമായി ചിന്തിക്കേണ്ടുന്നതാണ്. ഇനിയും നമ്മൾ കൂട്ടേണ്ടുന്നതും നമ്മൾ വർദ്ധിപ്പിക്കേണ്ടുന്നതുമായ മറ്റൊരു കാര്യം, വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനത്തെ കൂട്ടണം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയത്തെ കൂട്ടുക. കൂട്ടുക. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, കൂട്ടുക. ഒന്നുകൂടെ പറഞ്ഞേ. ഹല്ലേലൂയ. ആത്മീക വർധനം വളരെ ശ്രമകരമാണ്. ആരാണോ അതിനുവേണ്ടി ശ്രമിക്കുന്നത് അവർക്കേ അത് നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്കൊന്നും സഭയിൽ വലിയ പ്രസക്തി ഇല്ലല്ലോ. കാരണം എല്ലാവരും വർധനവിന് വേണ്ടി ഒന്നുമല്ല വരുന്നത്. ഒരു ഫെലോഷിപ്പ് അല്ലെങ്കിൽ ഒരു ക്ലബ് മൂഡ്, അതിനപ്പുറത്ത് ആർക്ക് എന്താ? വചനത്തെ അതിന്റെ നിർമ്മലതയിൽ വ്യാഖ്യാനിച്ചാൽ ആർക്ക് വേണം? കുഞ്ഞെ, നീ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ ആര്? അതുകൊണ്ട് എല്ലാവർക്കും ഇതൊന്നും കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ പോരാടുവിൻ. എന്നിട്ട് പറയാ, പലരും ശ്രമിക്കും, പക്ഷെ കഴിയില്ല താനും. ഇറങ്ങി തിരിച്ച് എല്ലാവരുടെയും ഇഷ്ടം അങ്ങ് കടക്കണമെന്ന. അതിന് പലരും ഒന്ന് നോക്കും, പക്ഷേ അങ്ങനെ നോക്കുന്നവർക്കൊന്നും കഴിയത്തില്ല. അതിന് ശ്രമങ്ങൾ ആവശ്യമാണ്. ഈ സ്റ്റഡി കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അലസതകളോട് നമ്മൾ ഗുഡ് ബൈ പറയുക. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഈ ഒരു ഉഴപ്പിയുള്ള യാത്രകളോട് നമ്മൾ ഗുഡ് ബൈ പറയുക. ബിസിനസ് നടത്തുന്ന ഒരുവൻ അതിനുവേണ്ടി ശ്രമിക്കണം. പഠിക്കുന്ന ഒരുവൻ അതിനുവേണ്ടി ശ്രമിക്കണം. സാധാരണ ഒരു ഫാഷനാണ് എക്സാമിന് പോകുമ്പോൾ പേന പ്രാർത്ഥിച്ചു കൊടുക്കുക. അപ്പൊ പാസ്റ്റർ പ്രാർത്ഥിച്ചു കൊടുത്ത പേനയായതുകൊണ്ട് സ്തോത്രം, പേന തന്നെ എഴുതുവോ? ഇല്ലെന്ന്. എടാ, പഠിച്ച് നിന്റെ ഓർമ്മയിലുണ്ടേലേ പേനയും കൊണ്ട് എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ നല്ല കമ്പനിയുടെ നല്ല പേന നോക്കി എഴുതിയാൽ, മേടിച്ചാൽ നല്ലതായിരിക്കും, എഴുതാൻ ഒരു വേഗതയൊക്കെ കാണും. അതല്ലാതെ അതിന് വേറെ ഒരു ഗുണമില്ല. നീ പഠിക്കുന്നതിനകത്ത കാര്യം ഇരിക്കുന്നത്. അല്ലാതെ രാവിലെ തൊട്ട് രാത്രി വരെ സീരിയലും കണ്ട്, കോമഡിയും കണ്ട്, സിനിമയും കണ്ട്, വാട്സപ്പിലും പരതി, ഫേസ്ബുക്കിലും നോക്കി, തെക്കും വടക്കം നടന്ന് സ്തോത്രം പഠിക്കാൻ നടന്നിട്ട് രാവിലെ ചർച്ചിലോട്ട് വന്ന് പാസ്റ്ററെ കൊണ്ട് പേന പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. സ്തോത്രം. അപ്പൊ പലരും ശ്രമിക്കും, പക്ഷേ കഴിയല. അവിടെ ചെന്നിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, പാസ്റ്റർ പേന പ്രാർത്ഥിച്ചെന്നിട്ടൊന്നും കാര്യമില്ല, പഠിച്ചാലേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഈ പേന പ്രാർത്ഥിച്ചു തരുന്ന പാസ്റ്റർ പേന പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വല്ല ഗുണം ഉണ്ടായിരുന്ന പുള്ളി അതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാക്കിയേനെ. പക്ഷേ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പുള്ളിക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടാണ് അതിന്റെ പുറകെ പുള്ളി പോകാത്തത്. പിന്നെ പേനായും കൊണ്ട് വരുന്ന ഒരാളിന്റെ മുന്നിൽ കുഞ്ഞെ പ്രാർത്ഥിക്കുകയല്ലെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടങ്ങ് പ്രാർത്ഥിക്കുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് ഒരു ഗുണമില്ലെന്ന് തിരിച്ചറിയണം. സ്തോത്രം. ശ്രമം ആവശ്യമാണ്. ഇതുപോലെ ആത്മീയ വർധനവിനുള്ള ശ്രമം ആവശ്യമാണ്.
അപ്പൊ എക്സാം നടക്കുന്ന കൊച്ചിനെയും കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ വരണ്ടേ പാസ്റ്ററെ? വരണം. സ്തോത്രം. അത് ഒരു പ്രത്യേക വാക്യത്തോടുള്ള ബന്ധത്തിലാണ് ചിന്തിക്കേണ്ടത്. വാതിലുകൾ തുറന്നിരിക്കേണ്ടതിനും തുറന്നവ അടയാതിരിക്കേണ്ടതിനും ഇന്ന് ഞാൻ നിന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ചിലർ എക്സാം ഹാളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ അങ്ങ് മറന്നു പോവുക. സ്തോത്രം. പെട്ടെന്ന് തലവേദന ഉണ്ടാകുക, വയറുവേദന ഉണ്ടാകുക, ക്ഷീണങ്ങൾ ഉണ്ടാകുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധാന്യ വ്യാപാരങ്ങൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെതിരെ വ്യാപരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരെ പ്രാർത്ഥിച്ചു വിടും. പക്ഷെ പേന പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? അത് കാര്യം വേറെയാ. ചേർന്നൊരു ഹാലലിയ പറഞ്ഞാട്ടെ. അപ്പൊ ആത്മീക വർധനവിന് ശ്രമം ആവശ്യമാണ്. അതിനുവേണ്ടി മനഃപൂർവമായി ഒരു വ്യക്തി തയ്യാറായ പറ്റത്തുള്ളൂ. എന്റെ വചന പഠനത്തിൽ, എന്റെ ധ്യാനത്തിൽ, കർത്താവ് എനിക്ക് തന്ന ബോധ്യത്തിൽ എനിക്ക് അങ്ങനെയാ മനസ്സിലായത്. ഇനി അങ്ങനെ ശ്രമിക്കേണ്ട പാസ്റ്റർ, ഇത് ഉണ്ടായിക്കോളും എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സോറി, നിങ്ങൾ വിശ്വസിച്ചോ, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം. അവിടെ ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണമാണ്, സ്വയം പിടിച്ചടക്കുക. ആത്മീക വർധനവിനായി കൊതിക്കുന്നോ, ആത്മീക വർധനവിനായി ശ്രമിക്കുന്നോ, സ്വയം പിടിച്ചടക്കണം. ആത്മനിയന്ത്രണം ഒരാവശ്യമാണ്. വാക്കുകളിൽ, ഇടപെടലുകളിൽ, ഭാവങ്ങളിൽ ആത്മനിയന്ത്രണം ഉണ്ടായേ പറ്റത്തുള്ളൂ. അടുത്തത് ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദര പ്രീതിയും കൂട്ടിക്കൊള്ളുവീൻ. ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ കുഞ്ഞെ, അത് ദൈവം ചെയ്യത്തില്ല, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്തോണം. അപ്പോ ആത്മീക വർധനവിന് ശ്രമങ്ങൾ ആവശ്യമുണ്ട്. ആ ഭാഗത്തിന് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അടുത്ത ഭാഗത്തിലേക്ക് വരിക. ആത്മീക വർധനവിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആത്മീക വർധനവുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കേണ്ടുന്നത്? ഒന്നാമത്തെ ഭാഗം, ആത്മീക വർധനവിനായി കൊതിക്കുന്ന ഒരുവൻ, സ്തോത്രം, തന്നെ തന്നെ മരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കൊലോസ് ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് സംബന്ധമായി പൗലോസ് ലീഗ കാര്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് എല്ലായ്പ്പോഴും സങ്കീർത്തനത്തോടാണ് ഇഷ്ടം. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല, എന്മന്മേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്നൊക്കെ പറയുമ്പോൾ ഒന്നും ചെയ്യാനില്ല, വാഴ്ത്തിക്കൊണ്ടിരുന്നാൽ മതി. സ്തോത്രം. പക്ഷെ ലേഖനത്തിലോട്ടൊക്കെ നമ്മൾ വരുമ്പോൾ അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ലേഖനം നമ്മളോട് പലതും ആവശ്യപ്പെടുകയാണ്. സഭയോടുള്ള ഉപദേശമാണ് ലേഖനം. അപ്പോസ്തലന്മാർക്ക് എഴുതാൻ തോന്നിയത് കുറെ കാര്യങ്ങൾ എഴുതുകയല്ല. ആമേൻ. സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്, സഭ ഒരു പെർഫെക്റ്റ് ബ്രൈഡ് ആകേണ്ടതിന്, സഭ ഒരു പെർഫെക്റ്റ് മണവാട്ടിയായിരിക്കേണ്ടതിന് വേണ്ടി സഭയോടുള്ള ഉപദേശമാണ് ആമേൻ ലേഖനങ്ങൾ മൊത്തത്തിൽ നമ്മൾ കാണുന്നത്. നോക്കിക്കേ, സ്തോത്രം. ആത്മീക വർധനവിനെ കൊതിക്കുന്നവൻ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം, അവനിൽ ഒരു മരണം സംഭവിക്കണം. നോക്കിക്കേ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുക. സ്തോത്രം. അവിടെ നമ്മൾ സാധാരണ അവയവം എന്ന് പറയുമ്പോൾ കണ്ണ്, മൂക്ക്, നാക്ക്, കയ്യ്, കാല് എന്നൊക്കെയാ പറയുന്നതെങ്കിൽ വേദപുസ്തക ചരിത്രത്തിൽ, സ്തോത്രം, ഇത്യാദി വിഷയങ്ങൾക്ക് അവയവങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ഭാഗമേ ഉള്ളൂ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യെ എന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ, എൻ്റെ കാലിനെ എന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ, എൻ്റെ കണ്ണിനെ എന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ, ഈ പറയപ്പെട്ട വസ്തുതകൾ എല്ലായ്പ്പോഴും എന്നെ പിന്തുടരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട്, ഏതൊക്കെ? അശുദ്ധി, അതിരാഗം, ദുർനടപ്പ്, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇതെല്ലാം എന്റെ അവയവങ്ങൾ പോലെ എന്നെ പിന്തുടരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇവിടെ പൗലോസ് ലീഗ പറയുക, കുഞ്ഞൻ, നിനക്കൊരു ആത്മീക വർധനവ് സംഭവിക്കണമെങ്കിൽ നീ ഇവയെ മരിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. മരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ?
നിർജീവമാക്കുക, ശക്തിരഹിതമാക്കുക. ദുർനടപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഇടയിൽ ഉണ്ടാകാത്ത വിധത്തിൽ അതിനെ ശക്തിരഹിതമാക്കുക, അതിനെ നിർജീവമാക്കുക. എഫേസ്യ ലേഖന പഠനത്തിൽ നമ്മൾ ആ വിഷയം ചിന്തിച്ചായിരുന്നു. സ്തോത്രം. ഇവ നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. സ്തോത്രം. അതിന്റെ പേര് പോലും നമ്മുടെ ഇടയിൽ പറയാനിട വരരുത്. അങ്ങനെയുള്ള സംഭവങ്ങളെ ശക്തിരഹിതമാക്കുക, നിർജീവമാക്കുക. ആമേൻ. ഞാൻ ആ വാക്കുകളെ ഒന്നും വിശകലനം ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും ചിന്തിക്കാനായിട്ടുണ്ട്. അവിടെ ദുർനടപ്പിനെ നിർജീവമാക്കുക, ശക്തിരഹിതമാക്കുക. അശുദ്ധിയെ നിർജീവമാക്കുക, പ്രതികരിച്ചാട്ടെ, ശക്തിരഹിതമാക്കുക. ദുർമോഹത്തെ നിർജീവമാക്കുക, വിഗ്രഹാരാധനയെ നിർജീവമാക്കുക, അത്യാഗ്രഹത്തെ നിർജീവമാക്കുക. വാസ്തവത്തിൽ ഓരോ വാക്കുകളും വിശകലനം ചെയ്യേണ്ടതാണ്. അതിനെ നിർജീവമാക്കുക. ഇവിടെയാണ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന ആ വചനത്തിന്റെ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രൂശിക്കപ്പെടുക ശ്രമകരമാണ്, പെയിൻഫുള്ളാണ്. എന്നോടൊപ്പം ഉണ്ടോ? ഞാൻ മുന്നോട്ട് പോട്ടെ. ആമേൻ. ശ്രമകരമാണ് കാര്യം. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പാദം ഭൂമിയിലും തല സ്വർഗത്തിലുമാ. നടക്കുന്നത് കാലുകൊണ്ടാ. കാലെവിടാ? ഭൂമിയില. ചിന്തിക്കുന്നത് സ്വർഗത്തില. അപ്പൊ തല എവിടാ? സ്വർഗത്തില. ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ സ്ഥിതി. അപ്പൊ അതും ഇതുമായിട്ട് തമ്മിലുള്ള ഒരു വലിയ വടംവലി ഇങ്ങനെ എല്ലായ്പ്പോഴും കിടപ്പുണ്ട്. ആമേൻ. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ സംഭവിക്കും. ആത്മീകൻ ഇതിങ്ങനെ പോരാടിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ എന്ന് പറയുന്നത്, സ്തോത്രം, നമ്മൾ പോരാടുന്ന പൈശാചിക മണ്ഡലം, വ്യാപാരം, പോരാട്ടം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ദേശത്തിന്റെ ആധിപത്യങ്ങൾ. സ്തോത്രം. അതിനൊക്കെ യേശുവിന്റെ രക്തം പറഞ്ഞാൽ ഓടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നിന്റെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ നിന്നിൽ കിടപ്പുണ്ട്. അതാണ് ശരിക്കും പോരാട്ടം നടത്തുന്നത്. മേൻ. പൈശാചിക മണ്ഡലങ്ങൾക്ക് നിന്നോട് അടുക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയതുപോലെ കർത്താവിന്റെ സുരക്ഷിതത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. നാം അവന്റെ സുരക്ഷിതത്വത്തിനകത്താണ്. എന്നാൽ സ്തോത്രം, നിന്നിൽ തന്നെ ഇരുന്ന് നിന്റെ ആത്മീയതയോട്, നിന്റെ ആത്മീയ വർദ്ധനവിനോട്, നിന്റെ ആത്മീക ജീവിതത്തോട് പോരാട്ടം നടത്തുന്ന ജഡമോഹങ്ങൾ നിന്നിൽ ഇരിപ്പുണ്ട്. അവിടെയാണ് ശരിക്കും പോരാട്ടം നടക്കുന്നത്. ഈ പോരാട്ടം നടക്കുന്ന ജഡമോഹത്തിന്റെ മേഖലകളെ നീ ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ അതിനെ പിടിച്ചടക്കി, ജീസസ്, അതിനെ മരിപ്പിച്ച്, അതിനെ ശക്തിരഹിതമാക്കി, അതിനെ ബലഹീനമാക്കി, അതിനെ നിർജീവമാക്കി നീ ആത്മാവിൽ എഴുന്നേറ്റെങ്കിലേ ഒരു ആത്മീക വർധനവ് സംഭവിക്കൂ. Praise the Lord. സ്തോത്രം. ബാഹ്യമായ സ്വാധീന മേഖലകളെ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുക, പൈശാചിക മണ്ഡലങ്ങളെ ആത്മാവിൽ തകർത്തുകളെ. പക്ഷെ ആരുമറിയാതെ ചിന്താമേഖലക്കകത്ത് വ്യാപരിക്കുന്ന ജഡമോഹത്തെ, ആരുമറിയാതെ ഹൃദയത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആ ദുർമോഹങ്ങളെ, ആരുമറിയാതെ വൈകാരികതകളിൽ വെളിപ്പെടുന്ന ജഡത്തിന്റെ ആസക്തികളെ ആമേൻ എങ്ങനെ കീഴടക്കാൻ കഴിയും? അതുകൊണ്ട് പൗലോസ് പറയുക, നിന്റെ ആത്മാവിനോടൊരു പോരാട്ടം നടത്തുകയാണ്. സ്തോത്രം. ഇവിടെ ജയിക്കണം, അതിനെ മരിപ്പിക്കണം. ആത്മീക വർദ്ധനവിനായി കൊതിക്കുന്നവൻ അതിനെ മരിപ്പിക്കണം. അഭിഷേകം ഒരു വ്യക്തിയിൽ വെറുതെ വരുന്നതല്ല. ശുശ്രൂഷ ഒരു വ്യക്തിയിൽ വെറുതെ വരുന്നതല്ല. നിയോഗം ഒരു വ്യക്തിയിൽ വെറുതെ വരുന്നതല്ല.
ദൈവശക്തി ഒരു വ്യക്തിയിൽ വെറുതെ വരുന്നതല്ല. ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു വ്യക്തിയിൽ വെറുതെ സംഭവിക്കുന്നതല്ല. ദൈവിക ഇടപെടൽ ഒരു വ്യക്തിയിൽ വെറുതെ ഉണ്ടാകുന്നതല്ല. വാഗ്ദത്തങ്ങൾ ഒരു വ്യക്തിയോട് വെറുതെ പുറപ്പെടുന്നതല്ല. ദൈവത്തിന്റെ ഇഷ്ടം ഒരു വ്യക്തിയോട് വെറുതെ ഉണ്ടാകുന്നതല്ല. ദൈവം ഒരു മനുഷ്യനോട് ഇടപെടണമെങ്കിൽ, ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ച ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അപ്പൊ ആ ദൈവത്തോട് അടുക്കണമെങ്കിൽ അതിന് നിലയുണ്ട്, അതിന് രീതിയുണ്ട്, അതിന് ശൈലിയുണ്ട്. അത് ചെയ്യാൻ കഴിയുന്നവന് മാത്രമേ ആ മേഖലയിൽ വിജയിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി അങ്ങനെ വിജയിക്കുന്ന ഒരു സമൂഹത്തെ ഈ ആലയത്തിനകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Glory to God. ശാന്തന റഗദൽഖമന ഘടകതൻ അടകൽഖനാദിയാന. ഇന്ന് രാത്രി നമ്മുടെ ആത്മീക വർധനവിനായി കർത്താവിനോടുള്ള ബന്ധം, പ്രാർത്ഥനാ ജീവിതം, അഭിഷേകത്തിന്റെ അളവുകൾ, വചനത്തിന്റെ വെളിപ്പാടുകളുടെ ആഴങ്ങൾ, ദൈവശക്തിയുടെ നിർമ്മലമായ പകർച്ചകൾ, വാഗ്ദത്തങ്ങളുടെ നിറവുകൾ, തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലുകൾ, കുടുംബത്തോടുള്ള ദൈവത്തിന്റെ ഫേവർ, ഭാവിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ, ദൈവം ഒരുക്കിയ നന്മകൾ ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കാം. ഈ രാത്രി ജഡത്തിൽ, അതിന്റെ രാഗമോഹങ്ങളിൽ, അവയവങ്ങളിൽ ഒരു മരണം വ്യാപരിക്കട്ടെ. രക്തം ജയം. സ്തോത്രം. ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇതൊരു തുടർമാനമായ പ്രക്രിയയാണ്. ഹല്ലേലൂയ. ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ നടത്തി വരുന്ന ബൈബിൾ സ്റ്റഡിക്കകത്ത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. സ്തോത്രം. ഇതിപ്പോ ഓണ സീസൺ. ഇവിടെ പല ടൈപ്പുള്ള കളികളുണ്ട്, ഓണക്കളികൾ. സ്തോത്രം. ഇതൊക്കെ സീസണലാണ്. ഓണപ്പന്ത്, ഓണക്കളികൾ, അല്ലേ, ഓണ ആഘോഷം, ഇതെല്ലാം സീസണല്ല. ഇത് കഴിയുമ്പോൾ ഇതങ്ങ് തീർന്നു. ആത്മീക വർധനം ഒരു സീസണല്ല. ആത്മീക വർധനം ഒരു വ്യക്തി തുടർച്ചയായിട്ട് നിൽക്കേണ്ടുന്ന ഒന്നാണ്. സ്തോത്രം. അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതുമല്ല. ഒരാൾ പരിശ്രമിക്കേണ്ടുന്നതാണ്. സ്തോത്രം. ഈ ചേർച്ച് ബിൽഡിങ് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. നീണ്ട നാളുകൾ പണിതാണ് ഇതിങ്ങനെ ഈ പരുവത്തിലായത്. ഇതുപോലെയാണ് ഒരു സൗധം പണിതുയർത്തുന്നത് പോലെയാ ഒരു വ്യക്തിയുടെ ആത്മീക വർധനവ്. ആത്മീക വർധനവിന്റെ ആദ്യ നാളുകൾ ഇതെന്താ ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ അതിന്റെ പാകതയിലും പക്വതയിലും അവൻ കയറി വന്ന് ദൈവത്തോടുള്ള ബന്ധത്തിന്റെ വർധനവ് ഉണ്ടായി കഴിയുമ്പോൾ ഇവൻ ആരാകുകയായിരുന്നുവെന്ന് ലോകം തിരിച്ചറിയുന്നത്. സ്തോത്രം. ഞാൻ സാധാരണ പറയാറുണ്ട്, ആളുകൾ ഇന്ന് എന്നെ വിലയിരുത്തുമ്പോ ഒരു പ്രസംഗകൻ എന്നുള്ള നിലയിലാണ് ആളുകൾ വിലയിരുത്തുന്നത്. വർഷങ്ങളുടെ പിറകിൽ ഞാൻ ദൈവവുമായി നടത്തിയ ഇടപെടലുകൾ, പ്രാർത്ഥനകൾ, കണ്ണുനീര്, ഉപവാസം, ഞാൻ എന്റെ ആത്മാവിൽ ഞരങ്ങിയ ഞരക്കങ്ങൾ ഇതാർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഒരാളോട് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സ്തോത്രം, നീണ്ട കാലഘട്ടങ്ങളുടെ കാത്തിരിപ്പിനും അധ്വാനത്തിനും കണ്ണുനീരിനും പരിശ്രമങ്ങൾക്കും പ്രാർത്ഥനകളുടെയും ഒടുവിലാണ് ഇന്നത്തെ ഒരു ശുശ്രൂഷ നിലയിലേക്കൊക്കെ ഒന്ന് കയറി വന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു കൂണ് മുളയ്ക്കുന്നത് പോലെ മുളച്ചു വന്നതല്ല. സ്തോത്രം. ഒരു പ്രഭാതത്തിൽ മുറ്റത്തിറങ്ങിയപ്പോൾ ഒരു മുട്ടായിട്ട് കൂണ് കിളിർത്തു വന്നു. വെയിൽ അസ്തമിക്കുന്നതിന് മുമ്പ് അതിൽ പുഴുപ്പ് കയറിയിരിക്കും. ഒരു ശുശ്രൂഷകൻ ഒരു ദിവസം കൊണ്ട് അങ്ങനെ കൂണ് മുളയ്ക്കുന്നത് പോലെ പെട്ടെന്നൊരു ഇടിയിൽ മുളച്ചു വന്നതല്ല. സ്തോത്രം. അപ്പൊ ഇതുപോലെയാണ് ആത്മീക വർധനവ്. വർദ്ധിക്കേണ്ടുന്നതാണ് തുടർമാനമായ ഒരു പ്രക്രിയ. ശരിക്കും പറഞ്ഞാൽ പാപക്ഷമ നമ്മൾ ഒരിക്കലാണ് പ്രാപിച്ചത്.
സുവിശേഷവുമായിട്ടോ വചനസത്യവുമായിട്ടോ ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ സന്ദേശം കേട്ടു, നമ്മൾ യേശുവിനോട് പറഞ്ഞു എന്റെ പാപത്തെ കഴുകണമെന്ന് പറഞ്ഞു. നമ്മുടെ പാപത്തെ കഴുകി നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഭാവക്ഷമ ഒരിക്കലായിട്ട് മേടിച്ചതാണ്. എന്നാൽ അന്നു മുതൽ മരിക്കുന്നത് വരെ നമ്മൾ ആർജിച്ചുകൊണ്ടേയിരിക്കേണ്ടത് ഒന്നാണ്, വിശുദ്ധി. അതിനോടുള്ള ബന്ധത്തിലാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ മരിപ്പിക്കണം. സ്തോത്രം. അവിടെ ആകയാൽ എന്നൊരു പദം പറഞ്ഞിട്ടാണ് മരിപ്പിക്കുവീ എന്ന് പൗലോസ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം വാക്യം മുതൽ താഴേക്ക് നമ്മൾ ചിന്തിച്ചു വരണം. അവിടെ ആകയാൽ എന്നുള്ള ആ വാക്യത്തിന്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. മോനെ 1-ാം വാക്യം നോക്കി. 1-ാം വാക്യം ആ പദങ്ങൾ ഇങ്ങനെ ക്രമമായിട്ടൊന്ന് ചിന്തിച്ചു വന്നേ. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. 2-ാം വാക്യം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. 3-ാം വാക്യം നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. 4-ാം വാക്യം നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. 5-ാം വാക്യം ആകയാൽ. ഇപ്പം നോക്കിയേ, നമ്മൾ ആരായിരുന്നു, ഇപ്പൊ ആരായി, ഇപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? അതാ പറയുന്നത്. നിങ്ങളുടെ ആത്മീയ വർദ്ധനവിനോടുള്ള ബന്ധത്തിൽ ഒരു മരണം സംഭവിക്കണം. കാരണം നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. സ്തോത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിക്കുക എന്ന് പറയുമ്പോൾ, അവയവങ്ങൾ എന്ന് പറയുമ്പോൾ, നമ്മൾ പാപത്തിന് മരിച്ചിരിക്കുകയാണെങ്കിലും നമ്മളിലെ പാപപ്രകൃതി മരിച്ചിട്ടില്ല. നമ്മളിലെ പാപപ്രകൃതി മരിക്കണമെങ്കിൽ ശ്രമങ്ങൾ ആവശ്യമാണ്. നമ്മൾ പാപത്തിന് മരിച്ചവരാ, പക്ഷെ പാപപ്രകൃതി മരിച്ചിട്ടില്ല. അത് നമ്മുടെ അവയവങ്ങളിലൂടെ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പൗലോസ് പറയുന്നത്, ആത്മീക വർദ്ധനവിനെ കൊതിക്കുന്നോ, നീ അതിന് അവസരം നൽകരുത്, അതിന് അവസരം ഉണ്ടാകരുത്. അങ്ങനെ ഒരു പ്രവൃത്തി നിന്നിലൂടെ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നതിന് മുൻപ് ഒരു മരണം സംഭവിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ അവയവങ്ങളിൽ വ്യാപരിക്കാൻ സാധ്യതയുള്ള ആ പാപത്തെ ശക്തിരഹിതമാക്കിയിരിക്കണം. സ്തോത്രം. ഇനി ഞാൻ ആ ഭാഗങ്ങളെ അവിടെ അവസാനിപ്പിക്കുക. 2-ാമത്തെ ഭാഗത്തേക്ക് വരിക. നമ്മളെ മരിപ്പിക്കുമ്പോൾ തന്നെ തിരുവെഴുത്തുകളിൽ ആശ്രയിച്ചു കൊള്ളണം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. തിരുവെഴുത്ത്. എന്തിനാ വാസ്തവം ഒത്തിരി പ്രസംഗിക്കുന്നേ, എന്തിനാ ഒത്തിരി പ്രസംഗം കേൾക്കുന്നേ? മൈ ഗോഡ്. ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ 40 പ്രാവശ്യമൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ടെന്ന്. അപ്പൊ എന്തിനാ ഒരു പ്രസംഗം 40 പ്രാവശ്യം കേൾക്കുന്നേ? പഠിക്കാൻ വേണ്ടിയല്ല. ആ പ്രസംഗം ഒരു വ്യക്തിയിൽ വരുത്തുന്ന മാറ്റമുണ്ട്. സ്തോത്രം. അതാണ് 2 തീമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ വായിക്കുന്നത്. ആത്മീക വർദ്ധനവിൽ ഒരു വ്യക്തിയെ പണിയുന്നതിൽ വചനത്തിന്റെ സ്ഥാനം എന്താണെന്ന് പൗലോസ് ലീഗ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയുമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിലും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളവനാകുന്നു. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മീക വർദ്ധനവ് സംഭവിക്കേണ്ടുന്നവൻ തിരുവെഴുത്തിൽ ആശ്രയിച്ചു കൊള്ളണം. 16-ാമത്തെ വാക്യം. ആമേൻ. വീണ്ടും നമുക്ക് ചിന്തിക്കാം, ഈ തിരുവെഴുത്തിന്റെ സവിശേഷത എന്താണ്? തിരുവെഴുത്തുകൾ പഠിപ്പിക്കാൻ, ശാസിക്കാൻ, തെറ്റ് തിരുത്താൻ ഉപയുക്തമാണ്. വചനം പ്രസംഗിക്കുമ്പോൾ ജനം ആരാധിക്കുന്നത് എനിക്കിഷ്ടമാണ്, കൈയടിക്കുന്നതും എനിക്കിഷ്ടമാണ്. അത് ശുശ്രൂഷയിൽ നല്ലതാണ്. പക്ഷേ ഇത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുമ്പോൾ
ആ വചനം മൂലം കുറഞ്ഞത് 3 കാര്യങ്ങളെങ്കിലും സംഭവിച്ചിരിക്കണം. 1, ശാസന ഉണ്ടായിരിക്കണം, തെറ്റുതിരുത്തലുകൾ സംഭവിക്കണം, പഠിപ്പിക്കലുകൾ അതിനകത്തുണ്ടാകണം. എനിക്ക് തോന്നുന്നത് പറയാനുള്ളതല്ല പ്രസംഗവേദി. എന്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ വാക്കുകളെ പടച്ചുവിടാനുള്ള ഇടമല്ല ശുശ്രൂഷാവേദി. അതിന് ലക്ഷ്യമുണ്ട്. പഠിപ്പിക്കണം, ഉപദേശിക്കണം, തെറ്റുതിരുത്തണം, ശാസിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ. ശുശ്രൂഷകന്റെ യോഗ്യത തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് പറയുമ്പോ പ്രബോധിപ്പിക്കുക, തർജ്ജനം ചെയ്യുക, ശാസിക്കുക, ഉപദേശിക്കുക, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം തിരുവെഴുത്തിന് എന്റെ ആത്മീക വർധനവിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? 1, അത് ഉപദേശത്തിന് പ്രയോജനമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയുമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച തികഞ്ഞവനാകേണ്ടതിന് ശാസനം, ഉപദേശം, ശാസനം. അപ്പൊ 1, ഞാൻ കേൾക്കുന്ന വചനം എന്നെ ഉപദേശിക്കുന്ന വചനമാണ്. കേട്ടോ, ഉപദേശിക്കുക എന്ന് പറഞ്ഞാലേ ഉപദേശം നടത്തുന്ന പ്രസംഗങ്ങൾ ഉപദേശമാണെന്നല്ല. ഉപദേശം എന്ന് പറയുമ്പോൾ ദിശാബോധം നൽകുന്ന, ആത്മീക വെളിച്ചം വീശുന്ന ഒരു വ്യക്തിയുടെ പാതകളെ ക്രമീകരിക്കാൻ. അതവർ നിന്റെ വചനം എന്റെ പാതയ്ക്ക് ദീപം. അപ്പം കാലിന്, അപ്പോ ഈ ദിശാബോധം നൽകുന്ന വചനം. അപ്പൊ ഉപദേശത്തിനകത്ത് ദിശാബോധം നൽകുവാൻ കഴിയണം. മനുഷ്യന് തന്റെ വഴികൾ നേരെയാക്കാൻ വളരെ പ്രയാസമാണ്. ഇവിടെയാണ് നമ്മൾ വചനത്തെ ആശ്രയിക്കുന്നത്. അതാ വചനം നമ്മളെ ഉപദേശിക്കുന്നത്. സ്തോത്രം. 2ാമത്തെ കാര്യം, വചനത്തിൽ ശാസനയുണ്ട്. അത് ശാസനത്തിന് കൊള്ളാം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ശരിയാക്കാൻ വചനം ഉപയുക്തമാണ്. ആത്മീകന്റെ ജീവിതത്തിന്റെ തെറ്റുകളെ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മീകൻ എന്ന് പറയുന്നവൻ മൂലം ക്രൂശ് പരിഹാസ്യമാകും. അത് സംഭവിക്കാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ പരിഹാസ്യമാക്കരുത്. അതുകൊണ്ട് ആത്മീക ജീവിതത്തിൽ ആത്മീയ വർധനവിനായി ഒരുങ്ങുന്നവൻ തെറ്റുതിരുത്തണം. അങ്ങനെ ശാസനത്തിനുള്ള വസ്തുതകൾ ഈ ഉപദേശത്തിനകത്ത്, വചനത്തിനകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. അപ്പൊ ബൈബിൾ നമ്മുടെ തെറ്റിനെ തിരുത്തും. തിരുവെഴുത്തുകൾ നമ്മെ ദോഷവഴിയിൽ നിന്ന് തിരിക്കും. ഇന്ന് രാത്രിയിൽ നമ്മളിൽ അത് സംഭവിക്കണം. 3ാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ഗുണീകരണമാണ്. ഗുണീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ പാപത്തെ ബോധ്യമാക്കി ദൈവഭക്തിയോടുള്ള ബന്ധത്തിൽ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഓ മൈ ഗാഡ്, എന്നെ വാക്കുകൾ അല്ലേ. സ്തോത്രം. ഗുണീകരണം. ഓ ജീസസ്. നമ്മൾ വരിക, നമ്മൾ കൈയടിക്കുക, നമ്മൾ ചാടുക, നമ്മൾ പോവുക. കുഞ്ഞെ, നീ ഉപദേശം കേട്ടോ? ഇല്ല. നീ ശാസന കേട്ടോ? ഇല്ല. നിനക്ക് ഗുണീകരണം ഉണ്ടായോ? ഇല്ല. പിന്നെ നീ എന്ത് ചെയ്തു? ഞാൻ കൈയടിച്ച് ചാടി മാസ്റ്റർ, ഭയങ്കര ആരാധനയായിരുന്നു. നിനക്ക് എന്ത് മാറ്റം ഉണ്ടായി? ഞാൻ ചാടി മാസ്റ്ററെ, എന്നിട്ട് എങ്ങനെ, എന്ത് പറ്റി? നിനക്ക് എന്ത് വർധന? എനിക്കൊരു വർധനം ഉണ്ടായില്ല മാസ്റ്ററെ. ഞാൻ ശാസന കേട്ടില്ല, ഞാൻ ഉപദേശം കേട്ടില്ല, എനിക്ക് ഗുണീകരണം ഉണ്ടായില്ല. ഹലോ, സ്തോത്രം. ഇങ്ങനെയുള്ളവർക്കൊന്നും ആത്മീക വർധനം സംഭവിക്കാൻ കഴിയത്തില്ല. തിരുവെഴുത്ത് ഒരു വ്യക്തിയുടെ മേൽ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നതിന് പിന്നിൽ ഇതെല്ലാം ഉണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ യോശുവയുടെ കർത്താവ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കുറിക്കൊള്ളേണ്ട കാര്യമാണ്. എനിക്ക് യോശുവയോടുള്ള ദൈവിക ഇടപെടലുകൾ പലപ്പോഴും എന്നോടുള്ള ദൈവിക ഇടപെടലുകളായി ഞാൻ കാണാറുണ്ട്. കാരണം ഒരു മനുഷ്യനോട് ദൈവം എങ്ങനെ ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ശരിക്കും കാണുന്നത്. നോക്കിയേ, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. എന്നിട്ട് നോക്കിയേ, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും
പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനായിരിക്കും. നിന്റെ വായിൽ നിന്ന് അത് നീങ്ങിപ്പോകരുത്. നീ അത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. നീ കിടക്കുമ്പോഴും, നീ ഇരിക്കുമ്പോഴും, നീ നടക്കുമ്പോഴും നീ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഫലം, നീ കൃതാർത്ഥനാകും. പാസ്റ്ററേ, ഇത്രയും ബുദ്ധിമുട്ടായ കാര്യം ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് എന്നാ പാസ്റ്ററെ ഗുണം? ഗുണം ഇതാ, നീ കൃതാർത്ഥനാകും. നീ പലരുടെയും കാല് പിടിച്ചും കൈക്കൂലി കൊടുത്തും റെക്കമെൻഡ് ചെയ്തും ചെയ്യിപ്പിക്കാൻ നടക്കുന്ന പല കാര്യങ്ങളും നീ വചനത്തെ അനുസരിച്ച് നിന്നാൽ ദൈവം അത് നിനക്ക് സാധിപ്പിക്കും. നീ കൃതാർത്ഥനാകും. ഓ ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തി സാധിക്കും. അപ്പൊ ആത്മീയ ജീവിതം പൊട്ടത്തരമല്ല. ഓ ഹല്ലേലൂയ. പ്രിയരെ, ഇങ്ങനെ സംഭവിക്കുമെങ്കിൽ പിന്നെ എന്തു വേണം? ഓ ഹല്ലേലൂയ. എനിക്ക് സ്വർഗത്തിൽ ഒരു ദൈവവും ഒരുക്കപ്പെടുന്ന ഒരു സ്വർഗവും എന്നെ കൃതാർത്ഥനാക്കാൻ വചനവും എന്നെ ഉപദേശിച്ച് ഗുണീകരിച്ച് നിർത്താൻ തിരുവെഴുത്തുകളുടെ കേൾവി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ആകുലചിത്തനാകേണ്ടത്? ഇന്ന് രാത്രി അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. സ്തോത്രം. ഇനി ഞാൻ ഭാഗങ്ങള് അങ്ങ് നിർത്തുക, മുന്നോട്ട് പോവുക. സ്തോത്രം. അടുത്ത കാര്യം, എന്നിലെ ആത്മീയ വർധനവിന് ഞാൻ കുറിക്കൊള്ളേണ്ടുന്ന ഒരു സത്യം, എന്റെ ശ്രദ്ധ ക്രിസ്തുവിലായിരിക്കണമെന്നുള്ളതാണ്. സ്തോത്രം. എന്റെ ശ്രദ്ധ ക്രിസ്തുവിലായിരിക്കണം. എബ്രായ ലേഖനം 3:1 വായിക്കുമ്പോൾ, എബ്രായർ 3:1, യേശുവിനെ ഒരുമിച്ച് പറ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. സ്തോത്രം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കേ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും പുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഒന്നിച്ച് പറഞ്ഞു, യേശുവിനെ ഒരുമിച്ച് പറ, യേശുവിനെ. ഒന്നുകൂടെ പറഞ്ഞു, യേശുവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ പരിഗണിച്ചു കൊള്ളണം. ഓ ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവിനോളം എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന, എന്റെ കർത്താവിനോളം എനിക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന, എന്റെ കർത്താവിനോളം എനിക്ക് പഠിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയും ഈ ഉലക ചരിത്രത്തിലില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. എബ്രായ ലേഖന കർത്താവ് പറയുക, കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കേ. എന്തിനാ പാസ്റ്റർ ശ്രദ്ധിച്ചു നോക്കുന്നേ? യോഹന്നാന്റെ സുവിശേഷം 13-15 വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്കൊരു മാതൃകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോൾ മോഡൽ ആരാ? നമ്മുടെ കർത്താവ്. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. പൗലോസേ, എന്തിനാ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണമെന്ന് അങ്ങ് പറഞ്ഞത്? ഒറ്റ കാര്യമാണ് കുഞ്ഞെ, യേശുവാണ് നിനക്ക് ദൃഷ്ടാന്തം. യേശുവാണ് നിനക്ക് ദൃഷ്ടാന്തം. നിനക്കനുസരിക്കാൻ കൊള്ളാവുന്നവൻ യേശുവാണ്. അതുകൊണ്ട് നിന്റെ ദൃഷ്ടി, നിന്റെ നോട്ടം അവനിൽ നിന്ന് അണുവിട മാറിപ്പോകരുത്. നീ അവനെ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളണം. ആമേൻ. ഇത് കേവല ദൃഷ്ടാന്തമെന്നല്ല, സ്തോത്രം, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന, അന്തർലീനമായിരിക്കുന്ന ഒട്ടനവധി ആത്മീക സത്യങ്ങളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ, എന്നിട്ട് പറയാം ക്രിസ്തുവിന്റെ അനുകാരികളാകുകയും. അപ്പൊ
നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ ആത്മഭാരത്തിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ആരാധനയിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആരെ അനുകരിക്കാനുള്ളത്, നമുക്ക് ആരെയാ ശ്രദ്ധിക്കാനുള്ളത്? ക്രിസ്തുവിനെ. ഹല്ലേലൂയ. അപ്പം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാം. ഭാഗങ്ങളൊക്കെ വിശകലനം ചെയ്യേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ഒറ്റ കാര്യം കൂടെ പറയുക. പാസ്റ്റർ ഇത്ര നേരം ഇതെല്ലാം പറഞ്ഞല്ലോ, ഇനി ഇതിന്റെ സ്രോതസ് എവിടെയാ? ഇന്നലെ നിങ്ങൾ ചോദിച്ചതല്ലേ, ആത്മീയ വർധനം എന്നുള്ള മനസ്സിലായി, ഇതെല്ലാം സംഭവിക്കണം എന്നുള്ള മനസ്സിലായി. ഇനി ഇതിന്റെ സ്രോതസ് എന്താ? സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സ്രോതസ്സിനെ ശരിക്കും മനസ്സിലാക്കിയ ഇതുവരെ പറഞ്ഞതെല്ലാം നിറവടിയായി നമ്മളിൽ സംഭവിക്കും. നമ്മൾ ആ സ്രോതസ്സിനെ ഫോളോ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. വെള്ളം വേണ്ടുന്ന ഒരാൾ ഉറവയിൽ ചെന്നില്ലെങ്കിൽ വെള്ളം കിട്ടില്ല. വെള്ളത്തിന് ഉറവയെ ആശ്രയിക്കണം. ശേഖരിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങൾ നിറയാത്തടത്തോളം കാലം അതിന്റെ ഉപയോഗത്താൽ അത് ശൂന്യമാകും. പക്ഷേ ഒരു ഉറവയിൽ നിന്ന് എടുക്കുന്ന വെള്ളം ഉപയോഗത്താൽ തീരത്തില്ല. അത് എടുക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും അതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ എന്റെ ആത്മീക വർദ്ധനവുകൾ സംഭവിക്കത്തക്ക വിധത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നീ അതിന്റെ സ്രോതസ്സിനെ കാണ്. സ്തോത്രം. ആത്മീക വർദ്ധനവിന്റെ സ്രോതസ് എന്താ? 2 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതാണ്ട് ഈ ഭാഗത്തിന് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയും. ഒന്നാമത്തെ ഭാഗം 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. 2 പത്രോസ് 1:3. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഒന്നുകൂടെ പറഞ്ഞേ, ജീവനും ഭക്തിക്കും വേണ്ടത് ഒക്കെയും. അപ്പം നമ്മുടെ ആത്മീക വർദ്ധനവിന്റെ സ്രോതസ്സെല്ലാം എവിടെയായിരിക്കുന്നത്? ദൈവത്തിലായിരിക്കുന്നത്. എങ്ങനെയാ ദൈവം തന്റെ ആ സ്രോതസ്സിനെ വെളിപ്പെടുത്തുന്നത്? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ടോ? മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. അപ്പൊ നമ്മുടെ വിളിക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വസ്തുതകളെ അവിടെ വചനം വ്യക്തമാക്കുക. മഹത്വമുണ്ട്, വീര്യമുണ്ട്. ഓ ജീസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിളി തന്നെ അവിടുത്തെ മഹത്വവും വീര്യവും കാണിക്കുക. അയ്യോ, ഇതല്ലേ പത്രോസ് ലേഖനം 2-ാം 9-ാമത്തെ വാക്യത്തിൽ അന്ധകാരത്തിൽ നിന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട. അപ്പൊ എവിടുന്നാ വിളിച്ചേ? അന്ധകാരത്ത്. എങ്ങോട്ടാ വിളിച്ചേ? അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പൊ അന്ധകാരത്തിൽ കിടന്നവനെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കാൻ ചെലവായ ആ വസ്തുതകളെ ഇവിടെ അപ്പോസ്തലൻ വീണ്ടും പറയുക. മഹത്വം, വീര്യം. ആ മഹത്വത്താലും വീര്യത്താലും അവിടെ അടുത്തൊരു പദമുണ്ട്, ദിവ്യശക്തി. എല്ലാവരും പറഞ്ഞേ, ദിവ്യശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളുടെയും സ്തോത്രം ഉറവിടം ഈ ശക്തിയിൽ നിന്നാണ്. ഓ ഹല്ലേലൂയ. ഈ ശക്തിയെ നമുക്ക് വിശകലനം ചെയ്യുവാൻ ഒട്ടനവധി വാക്യങ്ങളെ വായിക്കുവാൻ കഴിയും. സ്തോത്രം. അപ്പോ അജയ്യമായ ആത്മശക്തിയാണ് നമ്മെ രക്ഷിക്കുന്നതിന്, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിന് എല്ലാം മുഖാന്തരമാക്കുന്നത്. ഈ ദൈവശക്തിയല്ലേ പ്രിയരെ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത്? എഫേസ്യ ലേഖനം 1:19 വായിക്കുന്നത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. 18-ാം വാക്യം അവസാനിക്കുന്നത്, ആ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശക്തി, ആ അളവറ്റ ശക്തി യേശുവിൽ വ്യാപരിച്ചു. ആ ശക്തിയാണ് യേശുവിനെ ഉയർപ്പിച്ചത്. യേശുവിനെ ഉയർപ്പിച്ച ആ ദിവ്യ ശക്തി നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടുന്ന സകല ഊർജത്തെയും നമുക്ക് പ്രദാനം ചെയ്യുകയാണ്.
ഹല്ലേലൂയ. ഈ ശക്തിയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പൗലോസിനെ സുവിശേഷകനാക്കിയത് ഈ ശക്തിയാണ്. ആമേൻ. തീർന്നില്ല. സ്തോത്രം. അത്യന്തം പരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്നത് ഈ ശക്തിയാണ്. എവിടെ? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഞാൻ ചോദിച്ചത്, ഞാൻ നനച്ചത്, അതിനും അത്യന്തം പരമായി ചെയ്യുന്നത് എന്നിൽ വ്യാപരിക്കുന്ന ഈ ശക്തിയാണ്. സ്തോത്രം. അപ്പം എന്റെ ആത്മീയ ജീവിതത്തിന്റെ സകല 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 മേഖലകളിൽ കവർ ചെയ്യുന്നത് ഈ ശക്തിയാണ്. എന്നെ പോരാടുവാൻ സഹായിക്കുന്നത് ഈ ശക്തിയാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ ആമീത ബലത്തിലും ശക്തിപ്പെടുവി. ആ ശക്തിയാ സാത്താന്യ മേഖലകളോട് അടരാട എന്നെ പ്രാപ്തീകരിക്കുന്നത്. എന്റെ കായബലം, എന്റെ ശാരീരിക സൗഖ്യം, ഇതൊന്നും പിശാചിനോട് പോരാടാൻ പര്യാപ്തമായതല്ല. അവിടെ കർത്താവ് പറയുക, കുഞ്ഞെ, ഞാൻ ജയിച്ച, മരണത്തെ ജയിച്ച, പാതാളത്തെ ജയിച്ച ആമേൻ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഞാൻ നിനക്ക് തരികയാണ്. ആ ശക്തിയുടെ അത്യന്തമായ ആ മഹിമയ്ക്കകത്ത് നീ ബലപ്പെട്ടുകൊള്ളണം. ആ ശക്തിയാണ് നിന്നെ പോരാട്ടത്തിന് സജ്ജനാക്കുന്നത്. ഈ ശക്തിയാണ് നിനക്ക് ജയം തരുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ വായിച്ചോ. ഭക്തിക്കും ജീവനും ആവശ്യമുള്ളതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പോ എന്റെ ഭക്തിക്ക്, എന്റെ ജീവൻ ആവശ്യമുള്ളതെല്ലാം തരുന്നത് കർത്താവാണ്. അപ്പൊ എന്റെ ആത്മീക വർദ്ധനവിന്റെ സ്രോതസ് എവിടെയാണ്? ദൈവത്തിലാണ്. ഇനി വളരെ മർമ്മപ്രധാനമായ സ്തോത്രം, ഇന്നത്തെ ഈ ദൈവവചന പഠനത്തിന്റെ അവസാനത്തെ മിനിറ്റിലേക്ക് നമ്മൾ വരികയാണ്. യൂദയുടെ ലേഖനം പറയുന്നത്, നിങ്ങൾക്ക് തന്നെ ആത്മീക വർദ്ധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഏത്? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. അപ്പൊ ബാക്കിയുള്ളതിന് എല്ലാം കവർ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിൽ. ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് സ്തോത്രം ആത്മീക വർദ്ധനവ് സംഭവിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ പ്രാപിക്കുവാൻ കഴിയും എന്നുള്ള തെളിവുകൾ ധാരാളമാണ്. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായത്തിലേക്ക് നമ്മൾ വരണം. അവിടെ എല്ലാവരും ബൈബിൾ തുറക്കണം. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം. സ്തോത്രം. അതിന്റെ 2-ാമത്തെ വാക്യം, അതിന്റെ 14-ാമത്തെ വാക്യം, അതിന്റെ 3-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളിലൊക്കെ ആത്മീക വർദ്ധനവിനെ സംബന്ധമായി സവിശേഷമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2-ാം വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അടുത്തത്, പ്രവചിക്കുന്നവനോ ആത്മീക വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. 4-ാമത്തെ വാക്യം നോക്കണേ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർദ്ധന വരുത്തുന്നു. അപ്പം അന്യഭാഷയിൽ സംസാരിക്കുന്നവന്റെ ആ അന്യഭാഷ ഭാഷണത്തിൽ 2 കാര്യങ്ങളാണ് അവിടെ കിടക്കുന്നത്. ഒന്ന്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആരോട് സംസാരിക്കുന്നു? ദൈവത്തോട് സംസാരിക്കുന്നു. ആരും, ഒരുമിച്ച് പറ, ആരും. അപ്പൊ ആരും തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പോൾ തിരിച്ചറിയണമെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ആരും തിരിച്ചറിയുന്നില്ല. അപ്പൊ വ്യാഖ്യാനി ഇല്ലായികൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നത് വേറൊരാശയത്തിലാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർദ്ധന വരുത്തുന്നു. ആരും തിരിച്ചറിയുന്നില്ല. അവൻ ആരോട് സംസാരിക്കുന്നു? ദൈവത്തോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ആത്മീക വർദ്ധനമെന്ന് യൂദയുടെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, അത് അങ്ങനെയാണോ എന്ന് ഒരു സംശയം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 14-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കണേ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ്. അപ്പൊ യൂദയുടെ ലേഖനം പറയുന്നത് എന്തുവാ? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു? പൗലോസ് പറയുന്നത്, ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്റെ ബുദ്ധിയോ കമോൺ അബലമായിരിക്കും.
അപ്പൊ ഞാൻ ബുദ്ധിയിലല്ല പ്രാർത്ഥിക്കുന്നത്, ഞാൻ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ വാക്യം അനുസരിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ രണ്ട് കാര്യങ്ങളിൽ ആമേൻ മുന്നോട്ട് പോകുക. ഒന്ന്, അവൻ ദൈവത്തോട് സംസാരിക്കുക. എന്ത് സംസാരിക്കുന്നു? ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ല. എന്നാൽ പ്രവചിക്കുന്നവൻ തനിക്ക് തന്നെയല്ല ആത്മീക വർധന വരുത്തുന്നത്, സഭയ്ക്കാണ്. കേട്ടോണേ, അന്യഭാഷയിൽ സംസാരിക്കുന്നത് സഭയ്ക്ക് ആത്മീക വർധനവാകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ അന്യഭാഷ വ്യാഖ്യാനിക്കാൻ ഒരു വ്യാഖ്യാനി വരുമ്പോഴാണ്. സഭയ്ക്ക് ആത്മീയ വർധനം ഉണ്ടാകണോ? ആര് വേണം? വ്യാഖ്യാനി വേണം. എന്നാൽ വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷ പിന്നെ പറയണ്ടെന്നല്ല. നിനക്ക് ആത്മീയ വർധന വേണമെങ്കിൽ നീ പറയണം. അങ്ങനെ പറയുന്നവൻ ദൈവത്തോട് ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക. ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അപ്പോ എന്നെ ആത്മീക വർധനവിനായി ഒരുക്കുന്നത്, അതിന്റെ സ്രോതസ്, അതിന്റെ ഉറവിടം, അതിന്റെ സോഴ്സ് ദൈവമാണ്. ദൈവത്തിൽ നിന്ന് അത് കിട്ടാനുള്ള മാർഗം ആത്മാവിൽ പ്രാർത്ഥിക്കലാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. എത്ര നേരം പ്രാർത്ഥിക്കണം? എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ ഇതാണ് അതിന്റെ റിയാലിറ്റി.